അതിർത്തിയിൽ മിന്നൽ റെയ്ഡ് നടത്തി പശ്ചിമ ബംഗാൾ ഗവർണർ ശ്രീ സി.വി. ആനന്ദ ബോസ്. സുരക്ഷാ പരിശോധന എന്ന രീതിയിൽ നടത്തിയ ഒരു റെയ്ഡാണ് എങ്കിലും ഈ റെയ്ഡിന് ഏറെ രഹസ്യ സ്വഭാവം. സുരക്ഷാ വീഴ്ചകൾ വിലയിരുത്താനും അതിർത്തികൾ സുരക്ഷിതമാക്കാനും സ്വീകരിക്കേണ്ട നടപടികളുടെ വിലയിരുത്തൽ കൂടിയാവുകയാണ് ഈ അപ്രതീക്ഷിത റെയ്ഡ്. ഗവർണർ എന്ന നിലയ്ക്കാണ് ആനന്ദ് ബോസിന്റെ സന്ദർശനമെങ്കിലും കേന്ദ്രത്തിന്റെ പ്രത്യേക ദൂതൻ എന്ന നിലയ്ക്കായിരുന്നു അദ്ദേഹത്തിന്റെ മിന്നൽ റെയ്ഡിന്റെ രഹസ്യ സ്വഭാവം. ഉന്നതങ്ങളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ഗവർണർ അതിർത്തിയിലെത്തി മിന്നൽ പരിശോധന നടത്തിയത്. അതിർത്തിയിലെ പരിശോധന കഴിഞ്ഞ് അദ്ദേഹം മടങ്ങിയത് നേരെ കേന്ദ്രത്തിലേക്ക്. അതിനുശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായി കൂടിക്കാഴ്ച. കേന്ദ്രം അതിർത്തിയിലെ നുഴഞ്ഞുകയറ്റത്തിനുള്ള ഓരോ പഴുതും അടയ്ക്കുകയാണ്. ബംഗാളിന്റെ തന്ത്രപ്രധാനമായ ബംഗ്ലാദേശ്, ഭൂട്ടാൻ, നേപ്പാൾ അതിർത്തി ഗ്രാമങ്ങൾ അടുത്തിടെ സന്ദർശിച്ച ഗവർണർ ഡോക്ടർ സി.വി. ആനന്ദ ബോസ് കഴിഞ്ഞ ദിവസം ദില്ലിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി. ആദ്യ 2 വർഷങ്ങളിൽ അക്രമങ്ങൾക്കും അഴിമതിക്കുമെതിരെ ശക്തമായ നിലപാടെടുത്ത ഗവർണർ ഇപ്പോൾ അതിർത്തികളിൽ വർദ്ധിച്ചുവരുന്ന വിധ്വംസക പ്രവർത്തനങ്ങൾക്കും സർവകലാശാലകളെ കലാപശാലകളാക്കുന്ന അരാജവാദികൾക്കുമെതിരെയുള്ള നടപടികളിലാണ് ശ്രദ്ധയൂന്നുന്നത്. മയക്കുമരുന്ന്, ആയുധങ്ങൾ, വ്യാജ കറൻസി, വന്യജീവി ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ കള്ളക്കടത്തും മനുഷ്യക്കടത്തും തീവ്രവാദ പ്രവർത്തനങ്ങളും തടയുന്നതിന് അതിർത്തി ഗ്രാമങ്ങളിൽ സായുധ സേന, സർക്കാർ സംവിധാനങ്ങൾ, സാമൂഹിക സംഘടനകൾ എന്നിവ നടത്തുന്ന പ്രവർത്തനങ്ങളും ജനക്ഷേമ പദ്ധതികളും നിരീക്ഷിക്കുകയായിരുന്നു ഗവർണറുടെ പ്രധാന സന്ദർശനോദ്ദേശ്യം. ഒപ്പം കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള അവബോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും ജനുവരി ആദ്യവാരം നോർത്ത് 24 പർഗാനാസ് ജില്ലയിൽ സുന്ദർബൻ മേഖലയിലെ ബാംഗ്രയും 2ാം വാരം പൂർബ ബർധമാനിൽ ഔസ് ഗ്രാമിലെ സഖ്ഡംഗ എന്ന ഗോത്രപ്രദേശവും ഡോക്ടർ ആനന്ദ ബോസ് സന്ദർശിച്ചു. അഭ്യൂഹങ്ങളും ആശങ്കകളും നിലനിൽക്കുന്ന ഭാരത, നേപ്പാൾ, ഭാരത, ഭൂട്ടാൻ അതിർത്തി മേഖലകളിലായിരുന്നു മാർച്ച് ആദ്യവാരത്തിലെ പര്യടനം. ആ സന്ദർശനവും കൂടിക്കാഴ്ചകളും വിവരശേഖരണവും ദേശീയ തലത്തിൽ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. BSFന്റെ ഫ്ലോട്ടിംഗ് ബോർഡർ ഔട്ട് പോസ്റ്റുകൾ, ഭൂട്ടാൻ അതിർത്തിയിൽ അലിയൂർപൂർ ദ്വാർ ജില്ലയിലെ ടോട്ടോപാര ആദിവാസി ഗ്രാമം, കിഴക്കൻ നേപ്പാളിലേക്കുള്ള പ്രവേശന കവാടമായ പാണിറ്റാങ്കി ഔട്ട് പോസ്റ്റിന് കീഴിലെ പഴയ മേച്ചി പാലം, ചെക്ക് പോസ്റ്റ്, ഗോർസിംഗ് ബസ്മി അതിർത്തി ഔട്ട് പോസ്റ്റ്, സശസ്ത്ര സീമാബലിന്റെ സിലിഗുരി ഫ്രണ്ടിയർ ബറ്റാലിയന്റെ പ്രവർത്തന മേഖല, ഝാർഗ്രാം ജില്ലയിൽ ഗോവിന്ദപൂരിലെ ഗോത്രവർഗ പ്രദേശം എന്നിവ നിരീക്ഷിച്ച ഗവർണർ സേനാ മേധാവികൾ, ഗ്രാമവാസികൾ, ജനപ്രതിനിധികൾ, വിദ്യാർത്ഥികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുമായും കൂടിക്കാഴ്ച നടത്തി. നിർണായക വിവരങ്ങൾ ശേഖരിച്ചു. സിലിഗുരി ഇടനാടിൽ സശസ്ത്ര സീമാബലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സുരക്ഷാ ജാഗ്രതാ പ്രവർത്തനങ്ങളും ഗവർണർ വിലയിരുത്തി. ഉന്നത തലത്തിൽ നിന്നുള്ള കേന്ദ്രത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തന്റെ രഹസ്യ സ്വഭാവമുള്ള മിന്നൽ റെയ്ഡ് ഗവർണർ നടത്തിയത്. ഈ മിന്നൽ റെയ്ഡിലൂടെ ലഭിച്ച വിവരങ്ങളെല്ലാം അദ്ദേഹം നേരിട്ട് റിപ്പോർട്ട് സമർപ്പിക്കുകയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും ചർച്ചകൾ നടത്തുകയും ചെയ്തു. തീവ്രവാദത്തിന്റെ വിഘടന പ്രവർത്തനങ്ങളുടെയും പ്രഭവ കേന്ദ്രമായ ചിക്കൻ നെക്ക് മേഖലയിൽ കുറഞ്ഞ കാലയളവിൽ 100 കണക്കിന് ആളുകളെ അതിർത്തി സേന പിടികൂടുകയും അതിക്രമങ്ങൾ തടയുകയും ചെയ്തിരുന്നു. അതിർത്തി ഗ്രാമസമ്പർക്ക പരിപാടികളുടെ പുരോഗതിയും ഫലങ്ങളും നിരീക്ഷിക്കുന്നതിനായി ബംഗാൾ രാജ്ഭവനിൽ ഒരു അമാർഗ്രാം ആക്ടിവിറ്റീസ് മോണിറ്ററിംഗ് സെൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം കഴിഞ്ഞ ദിവസം അമിത്ഷാ പറഞ്ഞ ചില വാക്കുകളും ശ്രദ്ധേയമാവുകയാണ്. അമേരിക്കയെയും ഇസ്രായേലിനെയും മാതൃകയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പടുത്തുയർത്തിയത് പഴുതുകളില്ലാത്ത അതിർത്തികളാണ്. മോദിക്ക് അദ്ദേഹം അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ഇത് പഴയ ഭാരതമല്ല, പഴയ ഇന്ത്യയിൽ ഏത് നേരത്തും അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റം പതിവായിരുന്നുവെങ്കിൽ ഇന്ന് അതിർത്തിയിൽ ഒരു ഈച്ച പോലും പറക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് എന്നും അമിത്ഷാ പറഞ്ഞു. അതിർത്തികളെയും സൈനികരെയും സംരക്ഷിക്കുന്നതിന് വിട്ടുവീഴ്ചയില്ലാത്ത നയം സ്വീകരിക്കുന്ന അപൂർവം രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. അതിനു പിന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ജമ്മു കാശ്മീർ നേരിട്ടിരുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്ന് നുഴഞ്ഞുകയറ്റ ശ്രമമായിരുന്നു. മോദി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ഉറിയിലും പുൽവാമയിലും ആക്രമണങ്ങൾ നടന്നെങ്കിലും സർജിക്കൽ സ്ട്രൈക്കിലൂടെയും വ്യോമാക്രമണത്തിലൂടെയും പാകിസ്ഥാന് ചുട്ടമറുപടി നൽകാൻ ഇന്ത്യൻ സർക്കാരിന് സാധിച്ചുവെന്നും അമിത്ഷാ വ്യക്തമാക്കി. അയൽ രാജ്യങ്ങളിൽ നിന്ന് തീവ്രവാദികൾ നുഴഞ്ഞുകയറുന്നത് പതിവായിരുന്നു. ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ചു. ഉറിയിലും പുൽവാമയിലും ആക്രമണം നടന്നു എന്നത് യാഥാർത്ഥ്യം. പക്ഷേ സർജിക്കൽ സ്ട്രൈക്കിലൂടെ ഇന്ത്യയുടെ മറുപടി പാകിസ്ഥാന് ലഭിച്ചു. അമേരിക്കയും ഇസ്രായേലും ഈ 2 രാജ്യങ്ങൾ മാത്രമാണ് അതിർത്തികൾക്ക് വേണ്ടിയും രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയും ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഈ കൂട്ടത്തിലേക്ക് ഇന്ത്യ കൂടി ഉൾപ്പെടുത്തിയത് പ്രധാനമന്ത്രി മോദിയാണ്. തീവ്രവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയം സ്വീകരിക്കാൻ ഇന്ത്യ ആരംഭിച്ചത് അവിടെ മുതലാണ്. ഭാരതത്തിൽ നടന്നിട്ടുള്ള പല ഭീകര ആക്രമണങ്ങൾക്കും അന്നുണ്ടായിരുന്ന സർക്കാർ മൃദു സമീപനമായിരുന്നു സ്വീകരിച്ചത് എന്നും അമിത്ഷാ കുറ്റപ്പെടുത്തി. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗവർണറെ പോലുള്ള, പശ്ചിമബംഗാൾ ഗവർണറെ പോലുള്ള സി.വി. ആനന്ദ ബോസിനെ പോലുള്ള രഹസ്യ ദൂതന്മാർ ഇത്തരത്തിലുള്ള മിന്നൽ റെയ്ഡ് നടത്തുന്നതിലൂടെ ഒരിക്കൽ കൂടി അതിർത്തികളിലെ സുരക്ഷ കുറ്റമറ്റതാവുകയാണ്. ന്യൂസ് ഡെസ്ക് കർമാനോസ്.